ആയിക്കോട്ടെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷം? അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പുതിയൊരു പോയിട്ട് വരികയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയാണ്. എല്ലാവരും ന്യൂ ഇയറൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയൊരു വിഭവത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം, അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ പാല്, പിന്നെ ശർക്കര, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ, എല്ലാവരും കൂട്ടി വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം. ഈ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് വിട്ട് വരുന്ന ആ രീതിയിലേക്കൊന്ന് നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2-3 അച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അതായത് ഒരു വലിയ അച്ചാണ് കേട്ടോ ശർക്കര, 2.5 അച്ച്. അത് നമ്മൾക്ക് മധുരത്തിനനുസരിച്ച്. അപ്പോൾ പഴം നല്ല കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ ശർക്കരയുടെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അത് പഴത്തിൻ്റെ മധുരം കൂടി കണക്കിലെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അച്ച് ചേർക്കണമെന്ന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാവ് കാച്ചി അങ്ങനെ ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ശർക്കര അലിഞ്ഞ് ഇതിലേക്ക് ചേരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴത്തിനോട് നന്നായി മാച്ചായിട്ടുണ്ട്, നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 മുറി തേങ്ങ കേട്ടോ. അതായത് ഒരു തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ 1 മുറി പ്ലസ് പകുതി, അങ്ങനെയാണ് 1.5 മുറി തേങ്ങയുടെ 1/4 പാല്. അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. ഈ പാല് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി മിക്സായി വന്നിട്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് അവിൽ ചേർക്കുന്നുണ്ട്. വെള്ള അവിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സ് ആവണവരൊന്ന് ഇളക്കാം കേട്ടോ. ഏകദേശം അവിലും കൂടി ചേർത്തിട്ട് അതും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അവിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. വെള്ളാവിലോ ചുവന്ന അവിലോ അതായത് മട്ട അവിലുണ്ടല്ലോ, ഏത് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ വെള്ളാവിലാണുള്ളത്, അതുകൊണ്ട് നമ്മളത് ചേർക്കും. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വരണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചേർത്തത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ പീസ് നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടോ. അത് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഴത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും, അത്ര മാത്രം. അതിനുള്ള ഒരു പഴം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറിയ പീസാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡി ആയിട്ടോ. നമ്മളെ പ്രൊഡക്റ്റ് റെഡിയാണ് ഇപ്പോൾ.
എല്ലാ ചേരുവകളും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു നമ്മുടെ വിഭവത്തിൻ്റെ കേട്ടോ. ഇതിന് നമ്മൾ പേരെന്താണെന്നൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. പാൽ ബനാന ജാഗരി എന്ന് പറയും. അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, പിന്നെ പഴമുണ്ട്, ശർക്കര ഉണ്ട്, പിന്നെ ഇപ്പോൾ ഉള്ളത് അവിലും കൂടിയാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നമ്മളിത് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇത് ചൂടോടെ അല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൂടെ കൂടിയ എല്ലാവരോടും അതിൻ്റെ നന്ദി അറിയിക്കണം കേട്ടോ. നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ അതിന് ശേഷം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ കൂടെ വന്നവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒക്കെ നന്ദി. ഇനിയും കൂടെ ഉണ്ടാവുക. ചാനലിൻ്റെ വളർച്ചയോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാവുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.